ഞാനും ലച്ചൂസും വാവയും വൈകുന്നേരം ആയപ്പോൾ ഒന്ന് റോഡിൻ്റെ അടുത്തൊക്കെ വന്ന് നിന്നതാട്ടോ. അപ്പോൾ കാണാൻ ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടി, അവൾ എന്താ പോക്ക്. അപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ പിന്നെയും തിരിച്ചു വന്ന് ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവളെ ഫ്രണ്ട്സ് ആട്ടോ. ഇത് ഞാൻ ട്യൂഷൻ എടുക്കുന്ന ആൾ ഈ വെള്ള ഷാൾട്ട് ആളാട്ടോ. ഞങ്ങൾ വെറുതെ അല്ല ഇവിടെ നിൽക്കുന്നത്, അമ്മ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന അതിൻ്റെ ആണ് മെയിനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇതാ അമ്മമ്മേൻ്റെ ബസ് വന്ന് ഇപ്പം തന്നെ ലച്ചു ഭയങ്കര സന്തോഷത്തിലാണ്. അത് അമ്മമ്മേനെ കണ്ടത് ഓടി ചാടി ഇതാ പോകുന്നത്. ഇതൊക്കെ അമ്മേൻ്റെ ഫ്രണ്ട്സാട്ടോ. അമ്മേൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അമ്മേൻ്റെ കുടുംബശ്രീൻ്റെ അംഗങ്ങളായത്. അപ്പോൾ ലച്ചുവിന് എന്തോ അമ്മമ്മ കൊണ്ടുകൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തുള്ളിച്ചാടലായത്. അങ്ങനെ കൊണ്ടു കൊടുത്തത് വേറൊന്നുമല്ല, എല്ലാവർക്കും ട്രൗസറും കുപ്പായൊക്കെയാണ് കൊണ്ടുകൊടുത്തത്. ലച്ചൂസ് ജോറായിട്ടെല്ലാം ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം പൊക്കി പൊക്കി എടുത്തു നോക്കുമ്പോൾ എന്താ ഇതെല്ലാം ബാവക്കുള്ളതാണ്. ഓളതെന്നാ നോക്കുമ്പോൾ നോക്കിക്കുന്ന വാവേൻ്റെത് വാവക്ക് വീട്ടിൽ നിന്നിടാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അവക്കും ഉണ്ട്, പിന്നെ അവൾക്ക് ആവശ്യം പോലെ വീട്ടിൽ നിന്നിടാനുള്ളതുകൊണ്ട് ടീഷർട്ടൊക്കെ ഉള്ളതുകൊണ്ട് വാവക്കാണ് എടുത്തത് വീട്ടിൽ നിന്നിടാൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിർത്തി കാണിച്ചു തരുന്നുണ്ട്, നല്ല ഉഷാറായി. അവളുള്ളതിൻ്റെ പ്രതീക്ഷയിലാണ് കൂടുതലായിട്ടും നോക്കി നിൽക്കുന്നത്. പുള്ളിക്കാരത്തിക്ക് ഇതാ ഇഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ. അതാണ് വാവേൻ്റെ ട്രൗസർ. ഓക്കൊരു ട്രൗസറാണല്ലേ ഈ ബ്ലൂ കളറിലുള്ളത്. അത് വലിയ ഇഷ്ടപ്പെട്ടില്ല. അത് അമ്മമ്മേനോട് ചോദിക്കുക, ഇതെനിക്ക് ഇഷ്ടമായിട്ടില്ല, എനിക്ക് വാവേൻ്റെ ആയിട്ട് അതേ ഇഷ്ടപ്പെട്ടെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വഴക്ക് പറയില്ല അമ്മമ്മേനെ. അമ്മമ്മ പറഞ്ഞ് രണ്ടാൾക്കും ഒരേപോലത്തെ കിട്ടാത്ത കൊണ്ടാണ് അതൊന്നും അങ്ങ് മൂപ്പത്തിക്ക് സഹിക്കുന്നില്ല, എനിക്ക് വാവേൻ്റെതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇതൊന്നല്ല പ്രശ്നം. അവൾക്ക് കുറച്ചധികം ഡ്രസ്സ് എടുത്തതിൻ്റെ കുശുമ്പും അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അവൾക്ക് കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ അല്ല വേണ്ടേ, വാവേൻ്റെ പോലത്തെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അമ്മമ്മയായിട്ട് പ്രശ്നത്തിൽ തന്നെ പ്രശ്നം മാറുന്നില്ല. അതിന് കരയാനൊക്കെ നോക്കുകയാണ്, സീനാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ അച്ഛനും പുളിയച്ചാറ് വേണമെന്ന് പറഞ്ഞിട്ട് ലച്ചു പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. 2 എണ്ണം കൊണ്ടുവന്നത്. ലച്ചുൻ്റെ അങ്ങ് കഴിച്ച് പിന്നെ എനിക്ക് കൊണ്ടുതന്നത് ഞാൻ അവിടെ വെച്ച്. അപ്പോൾ പിന്നെ അതിനായിട്ട് അടി. അവളെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളതും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അമ്മമ്മയായിട്ട് അടി. അമ്മമ്മയാണെങ്കിലോ പുളിയച്ചാറിൻ്റെ കൊതിച്ചിയ അമ്മമ്മ ഇട്ട് കൊടുക്കുക. എന്നാലും അമ്മമ്മ സഹിച്ച് കുറച്ചൊക്കെ കൊടുത്ത്. അതൊന്നും പോരാ, മൂപ്പത്തേക്ക് ഒരുപാട് വേണം. അധികട്ടത്തൊന്നും കഴിക്കാനും പാടില്ലല്ലോ. അപ്പോൾ ഇത് ആ വായിലെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.